ഇതെടുക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ്. കറൻറ്റ് ഫീലിങ്സ് രണ്ടുപേരുടെയും. ഇനി തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരുടെയും. ഇത് തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് കേട്ടോ. കയ്യിൽ വന്ന കാർഡ് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയല്ല. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് അവരോടുള്ളത്. ഇത് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഫീലിങ്സ് കഴിഞ്ഞിട്ടാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടി വെച്ചത്. എടുത്തപ്പോൾ അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം അവരുടെ കറൻറ്റ് ഫീലിങ്സ്, നിങ്ങളോട് ഈ സമയത്തുള്ള അവരുടെ മനസ്സ് എന്താണ് എന്നാണ് നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് അവരോടുള്ള മനസ്സ് എന്താണ്, ബാഹ്യമായതല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്. ആദ്യം വന്നിരിക്കുന്ന ഹെരഫൻ്റാണ്. ആ വ്യക്തി അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല ഇവിടെ പറയുന്നത്. ഇരട്ട മുഖമുണ്ട്, ഒന്നിൽ കൂടുതൽ പ്രണയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കുടുംബമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കാം. ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് പ്രണയത്തിലാവുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഹെരഫൻ്റ് വരുന്നത്. കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉള്ള ആളാണ്, ഹൈഡ് ചെയ്യുന്ന സ്വഭാവമുണ്ട്, പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തരികട കാണിക്കുന്ന, നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരാളെ ഇഷ്ടമാണ് ഈ വ്യക്തിക്ക്. അതൊരു പക്ഷേ അവരുടെ ഫാമിലി തന്നെ ആയിരിക്കാം, പങ്കാളിയെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അവിവാഹിതരാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ്. ഇനി നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ്, നിങ്ങൾക്കറിയാം രണ്ട് ഓപ്ഷനിൽ ഒരാളാണ് നിങ്ങൾ. ഇതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക്. ഈ ബന്ധത്തിൽ നിൽക്കണോ പോകണോ എന്നറിയാതെ അങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുന്ന ആളെയാണ് ടു സോർട്സ് കാണിക്കുന്ന. വളരെയധികം ചിന്തിക്കുക, ഉറക്കമില്ലാതിരിക്കുക, എന്നാൽ ഇവരെ വിട്ടുപോകാൻ സാധിക്കാതിരിക്കുക. ഇവരുടെ കള്ളത്തരങ്ങളും ഇവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. മനസ്സുകൊണ്ട് അതിനാവുന്നില്ല. അങ്ങനെ അവരുടെ സ്നേഹത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളെയാണ് കാണിക്കുന്നത്. നിൽക്കാനും പോവാനും ആവാത്ത അവസ്ഥയാണ്. എന്നാൽ ആ വ്യക്തി എപ്പോഴൊന്നും നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി മൂന്നാമത് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ആ വ്യക്തിക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടാവുന്നതാണ്. അത് കുടുംബമാണെങ്കിൽ ഉണ്ടാവില്ല. അതിനർത്ഥം നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ട് എന്നാണ്. അവർക്ക് കുടുംബമുള്ളവരാണെങ്കിൽ നിങ്ങളുമായിട്ട് ഇതുവരെ കുറച്ചൊക്കെ സംസാരിക്കാതൊക്കെ ഇരുന്നെങ്കിൽ ഇപ്പോൾ റീയൂണിയന് സമയമായി, മെസ്സേജ് അയക്കും, നിങ്ങളുമായിട്ട് സ്നേഹത്തോടുകൂടി പെരുമാറുമെന്നാണ്. ഇനി ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതെന്തായി എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു സന്തോഷമാണ് ഡെത്ത് കാർഡ് നിങ്ങൾക്ക് തരുന്നത്. അവർ രണ്ടു മുഖം കാണിച്ച് കള്ളത്തരം കാണിച്ച് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയിരിക്കുന്ന സമയമാണെങ്കിൽ, അവർ മറ്റൊരു കുടുംബത്തിലെ ആളാണെങ്കിൽ ഈ സമയത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിന് വരും, നിങ്ങളുമായിട്ട് പഴയതുപോലെ സ്നേഹത്തിലാവുമെന്നാണ്. ഇനി അവർക്കൊരു ഓപ്ഷനാണ് സിംഗിൾസ് ആണെങ്കിൽ അവരെ കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരുമെന്നാണ്. രണ്ടായാലും സന്തോഷ വാർത്തയാണ് ഡെത്ത് കാർഡ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ സമാധാനമായിട്ട് മുന്നോട്ട്